ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എനിക്ക് പണ്ടൊരു ചാനലുണ്ടായിരുന്നു. ആ ഒരു ചാനലിനെ കുറിച്ചുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ചാനൽ ഇന്നും അത് യൂട്യൂബിൽ ഉണ്ട്. പക്ഷെ എനിക്കതിൽ വീഡിയോസ് ഇടാനോ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് നോക്കാനോ എനിക്ക് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്തു. ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജിമെയിൽ ഐ ഡി ഒന്നും എഴുതി വെച്ചിരുന്നില്ല. അതിൻ്റെ പാസ്വേഡോ ജിമെയിൽ ഐ ഡി ഒന്നും എഴുതി വെച്ചിരുന്നില്ല. ഫോൺ ഫോർമാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആ ചാനൽ തിരിച്ച് തുറക്കാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ ചാനലിനെ. കാരണം 54 വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഞാൻ ആ സബ്സ്ക്രൈബ് അക്കൗണ്ടൊക്കെ ഓഫാക്കി വെച്ചിരുന്നുണ്ട്. അത് പോകുമ്പോൾ തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെത്തിയിരുന്നു. പിന്നീട് എത്രയായിന്ന് എനിക്ക് നോക്കാൻ പറ്റാതായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജിമെയിൽ ഐ ഡി അതിൻ്റെ പാസ്വേഡ് ഒക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുക. എന്നെ പോലുള്ള അനുഭവം നിങ്ങൾക്കൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ചാനൽ പിന്നെ മോണിറ്റേഴ്സ് ആകുമ്പോൾ നമുക്കതിൻ്റെ ജിമെയിൽ ഐ ഡി പാസ്വേഡൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് എഴുതി വെക്കുക. പിന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തവരും എഴുതി വെക്കുക. പുതുതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരും ക്രിയേറ്റ് ചെയ്തവരും ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളെയൊക്കെ ചാനൽ ഈ ഒരു കാരണത്താൽ പോകാതിരിക്കാനാണ് ഞാൻ എൻ്റെ ഈ അനുഭവം പങ്കുവച്ചത്. ഇന്നും എൻ്റെ ആ ചാനൽ യൂട്യൂബിലുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടും, പിറ്റൂസ് ക്രിയേഷൻസ്. പക്ഷേ എനിക്കതിൽ വീഡിയോസ് ഇടാൻ സാധിക്കില്ല എന്നുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.